എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത മോൾ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടന്റ്. അപ്പോഴേ നമുക്ക് ഈ വർഷം 2025 ഉത്രം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കിയാലോ. വളരെ സമാധാനമായില്ലേ? കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല ഫലം തന്നെയാണ്. സന്തോഷവും സമാധാനവും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കുക. അതിനെ ഇങ്ങോട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിജയ രഹസ്യം, അല്ലെ? ഈ വർഷം ശ്രമിച്ചാൽ നല്ല രീതിയിൽ പുരോഗതിയും മാനസിക ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ നേടിയെടുക്കാം. അപ്പൊ ഇടയ്ക്കൊരു ചോദ്യം വരും, ഇതിനിടയ്ക്ക് ശനിയും വ്യാഴവും ഒക്കെ എങ്ങനെ ഉണ്ടാവോ അല്ലേ? അതൊക്കെ വന്നോട്ടെ പൊക്കോട്ടെ, അതൊന്നും സാരമില്ല. നമ്മൾ വിചാരിക്കുക നമുക്ക് നേട്ടങ്ങൾ മാത്രം മതിയെന്ന്, എങ്കിൽ ഉറപ്പായിട്ടും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി ഐശ്വര്യവും കാര്യവിജയം തൊഴിൽ നേട്ടം ധനാഭിവൃദ്ധി ഇതൊക്കെ പോരെ ഒരു മനുഷ്യന്? പിന്നെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്തുവകകൾ വാങ്ങുന്നതിന് സാധിക്കും. ഇനി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. വാങ്ങൽ മാത്രമേ ഉള്ളോ, വിൽക്കലില്ലേ എന്നൊരു ചോദ്യവും കൂടി വരുവേ. അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ശ്രമിച്ചാൽ സാധിക്കും കേട്ടോ. ജീവിതത്തിന്റെ പരാജയങ്ങളൊക്കെ പലതും സമ്മതിച്ചു കൊടുത്ത് കയ്പുനീര് കുടിച്ച കുറെ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വർഷമാണിത്. അപ്പോ എങ്ങനാ ഈ വർഷം അടിച്ചു പൊളിക്കാം അല്ലേ? അങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പ്രശ്നങ്ങളും കൂടി ഇങ്ങനെ തലപൊക്കി വന്നുകൊണ്ടിരിക്കും. തലപൊക്കും താത്തും. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധയുണ്ടാവണം. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോയാൽ വളരെയധികം കുഴപ്പങ്ങളില്ലാതെ നേട്ടങ്ങൾ മാത്രം കൈപ്പിടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയൊരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി അല്ലേ? അങ്ങോട്ട് സാധിക്കണില്ല. ആക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അങ്ങ് വന്നു കയറുക അല്ലേ? ഒന്നങ്ങോട്ട് ശ്രമിച്ചോന്നേ, നടക്കും. ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു വാഹനം എടുക്കണം എന്നൊക്കെ അങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ഒരു വീടിന്റെ പകുതി പണിയാക്കി ഇട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വർഷം ഒന്നങ്ങടെ ആഞ്ഞ് ശ്രമിച്ചോ, അതങ്ങ് പൂർത്തീകരിക്കാൻ പറ്റും. നാളെ ആട്ടെ അല്ലെ എല്ലാം തികഞ്ഞിട്ട് കൈ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇനിയും നീണ്ടുപോകും. അതുകൊണ്ട് ഒന്നങ്ങടെ ആഞ്ഞ് പരിശ്രമിച്ചാൽ അതൊക്കെ അങ്ങ് വിജയിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. വിവാഹ കാര്യത്തിനൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടിയും നല്ല ആലോചനയ്ക്ക് ശ്രമിക്കുകയും ചെയ്താൽ ഈ വർഷം വിവാഹ കാര്യങ്ങളൊക്കെ വളരെ മംഗളമായിട്ട് തന്നെ നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. വിവാഹമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ചാനലിന് താഴെ നാളും പേരും കമൻറ്റ് ചെയ്യൂ, നമ്മളും പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ അതിനെപ്പോഴും റിസൾട്ട് കൂടുക. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടും. ഞാൻ മാത്രമല്ല, ആ കമന്റ് കാണുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അപ്പൊ എങ്ങനെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് കിട്ടാത്ത കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഈ വർഷം അതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം, കിട്ടും. അവർ തന്നെ കൊണ്ട് തരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സൽപ്പേരും ഒക്കെ ഉണ്ടാവും. പ്രശസ്തിയും ധനമാർഗങ്ങളൊക്കെ വർദ്ധിക്കും കേട്ടോ. ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ പല ബിസിനസ്സിലേക്കൊക്കെ മാറാനും, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമുള്ളവർക്ക് പല വരുമാന മാർഗം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള വർഷമാണ്. പാരമ്പര്യമായി കൃഷി കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുന്നവർക്ക് അതിലൊക്കെ വിജയം കണ്ടെത്താൻ പറ്റുന്ന വർഷമാണ്. ബിസിനസ് പുരോഗതി, തൊഴിൽ നേട്ടങ്ങള്, ധനാഭിവൃദ്ധി, മനസുഖം, സന്തോഷം ഒക്കെ നേടിയെടുക്കാന്നേ. പിന്നിപ്പോ എന്തുവാ ഈ വർഷം പ്രശ്നം? ഒന്നുമില്ല അല്ലേ? അപ്പോ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.